ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 സാധ്യതകളുടെ ഗണിതമാണ്. പാർട്ട് 1 കഴിഞ്ഞ് ഇതിപ്പോൾ പാർട്ട് 2 ആണ്, രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം ഇതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സാധ്യതകളുടെ ശതമാനം വരെയാണ് നോക്കിയേക്കുന്നത്. അപ്പം അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജനുവരി മാസത്തിൽ 5 ഞായറാഴ്ചകൾ വരുന്നതിനുള്ള സാധ്യത. അപ്പം നമ്മൾ ഇതുപോലെ സാധ്യത ഇങ്ങനെ മാസത്തിന്റെ കണക്കനുസരിച്ച് വരാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും ചോദിക്കുന്നത് 5 ഞായറാഴ്ചകൾ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൂടുതലും 5 ഞായറാഴ്ചകൾ വരുന്ന, അതായത് 5 ഞായറാഴ്ചകൾ ജനുവരി മാസത്തിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അപ്പോൾ 5 ആഴ്ചകൾ, ഞായറാഴ്ചയല്ല, 5 ആഴ്ചകൾ എത്ര ദിവസത്തിന് വരും? 3 ദിവസത്തിന് 5 ആഴ്ചകൾ വരും. കാരണം നമുക്കറിയാം 28 ദിവസം എടുത്താൽ അതിൽ ഉറപ്പായിട്ടും 4 ആഴ്ചകളാണുള്ളത്. പിന്നെ എന്താണ്? പിന്നെ എക്സ്ട്രാ വരുന്ന 3 ദിവസം, 29, 30, 31, 3 ദിവസമാണ് എന്ത് ആഴ്ചകൾ വരുന്നത്. ഓക്കെ, എക്സ്ട്രാ വരുന്നത്, ഒരു ആഴ്ച കൂടുതൽ വരുന്നത് 3 ദിവസത്തിന്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതൽ ഈ ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ, ഈ അതായത് 31 ദിവസമുള്ള മാസങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു മാസങ്ങൾ, 31 ദിവസമുള്ള മാസങ്ങളുടെ ലാണ് കൂടുതലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം 5 ഞായറാഴ്ചകൾ ചോദിക്കാം, 5 തിങ്കളാഴ്ച ചോദിക്കാം, 5 ചൊവ്വാഴ്ച ചോദിക്കാം, അങ്ങനെ ഏത് ദിവസം വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം ജനുവരിയിൽ ചോദിക്കാം, ജനുവരിയിൽ 31 ദിവസമുണ്ട്. പിന്നെ ഡിസംബറിൽ എത്ര ഞായറാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിക്കും. പിന്നെ മാർച്ചിൻ്റെ ചോദിക്കാം. അങ്ങനെ 31 ദിവസം ഉള്ളതാണ് സാധ്യത കൂടുതൽ ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മൾ കണക്കാക്കേണ്ടത്, ഇപ്പം 31 ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം 28 ദിവസത്തിൽ എന്താണേലും ഞായറാഴ്ച 4 എണ്ണം അല്ലേ? 28 ദിവസം ഈ 4 ഞായറാഴ്ച എന്താണെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. ഉറപ്പല്ലേ? അപ്പം 28 ഇതിനകത്ത് ഞായർ 4 എണ്ണമാണുള്ളത്. പിന്നെ 5 എണ്ണം വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 5 എണ്ണം വരാൻ നമ്മൾ ഈ ഒരു കലണ്ടർ എടുത്താൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏതാണ്? വ്യാഴം, വെള്ളി, ശനി. കണ്ടോ, എക്സ്ട്രാ 5 ആഴ്ച വന്നേക്കുന്നത് ഏതിന്? വ്യാഴം, വെള്ളി, ശനി. വ്യാഴം, വെള്ളി, ശനി. പിന്നെ 2016 വന്നപ്പോഴോ വെള്ളി, ശനി, ഞായർ. ഉണ്ടോ? വെള്ളി, ശനി, ഞായർ. പിന്നെ തൊട്ടടുത്ത വർഷം വന്നപ്പോൾ ശനി, ഞായർ, തിങ്കൾ വരേണ്ടതാണ്. പക്ഷെ എന്താ, ഇവിടെ ഒരു ലീപ്പ് ഇയർ ആണ് വന്നിരിക്കുന്നത്. 2016 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ, അധിക വർഷമില്ലേ, അധികം, അതായത് ഫെബ്രുവരി 29 ദിവസം ഉള്ളതുകൊണ്ടാണ് ഒരു ദിവസം കയറിപ്പോയത് കേട്ടോ 2017. അപ്പം 2017 ഞായർ, തിങ്കൾ, ചൊവ്വ എന്നാണ് 2017 വന്നിരിക്കുന്നത്. അപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ. പിന്നെ അടുത്ത ഏതാണ്? 2018 വന്നപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ. പിന്നെ തൊട്ടടുത്ത വർഷം വന്നപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം. കണ്ടില്ലേ, ചൊവ്വ, ബുധൻ, വ്യാഴം. പിന്നെ തൊട്ടടുത്ത വർഷം വന്നപ്പോഴത്തേക്കിനോ ബുധൻ, വ്യാഴം, വെള്ളി. ഓക്കെ, ബുധൻ, വ്യാഴം, വെള്ളി. പിന്നെ അതിൻ്റെ അടുത്ത് വന്നേക്കുന്നത് കണ്ടോ, വെള്ളി, ശനി, ഞായർ. നമ്മൾ നേരത്തെ മിസ്സായ ആ വർഷം ഇവിടെ വന്നു. കണ്ടില്ലേ? അതായത് ഒരു ലീപ്പ് ഇയർ വരുമ്പോൾ അടുത്ത ലീപ്പ് ഇയർ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് വരും. ഓക്കെ അല്ലേ? വെള്ളി, ശനി, ഞായർ, ആ ഒരു ഇതായിട്ട് പിന്നെ ഒരു വർഷം കൂടെ ഒക്കെ വരുമ്പോൾ അതങ്ങ് ഇതാവും. എന്നാലും നമുക്ക് മനസ്സിലാക്കുന്ന ഇതായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 7 വർഷത്തെ കലണ്ടർ എടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഞായറാഴ്ച, നമ്മളോട് ഞായറാഴ്ചയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഞായറാഴ്ച വരാനുള്ള സാധ്യതകൾ വന്നിരിക്കുന്നത് ഏതൊക്കെയാ? അപ്പം ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ എത്രയാണ്? 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അതിന് സാധ്യത എഴുതുമ്പോൾ ഇപ്പം 3 എണ്ണമല്ലേ സാധ്യത എന്താണ് ഉള്ളത്? ടോട്ടൽ എത്ര ഇത് വരാം? 7 തവണയല്ലേ വന്നത്. അതായത് ഇവിടെ നോക്കിക്കേ, തിങ്കൾ, ചൊവ്വ, ബുധൻ 1, ചൊവ്വ, ബുധൻ, വ്യാഴം, ബുധൻ, വ്യാഴം, വെള്ളി, വ്യാഴം, വെള്ളി, ശനി, വെള്ളി, ശനി, ഞായർ, ശനി, ഞായർ, തിങ്കൾ, പിന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ. അങ്ങനെ 7 എണ്ണമാണ് ടോട്ടൽ സാധ്യത. അപ്പോൾ ടോട്ടലായിട്ടുള്ളത് 5 വരുന്ന നിർബന്ധമായിട്ട് 5 എണ്ണം എന്താണേലും ഉണ്ടാവും. 7 എടുത്താൽ 7 പിന്നെയും റിപ്പീറ്റ് അല്ലേ വരുന്നത്. പിന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ, പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അപ്പോൾ 7 ഇതിൽ 3 പ്രാവശ്യമാണ്
ഈ 7 കണക്കെടുത്ത് അതിൽ 3 പ്രാവശ്യമാണ് ഞായറാഴ്ച ദിവസം 5 ആകാനുള്ള സാധ്യത. അപ്പൊ നമ്മുടെ ഇത് വരുന്നത് എത്രയായിരിക്കും? 3/7 ആയിരിക്കും. ഓക്കെ. അത് ഇപ്പൊ തിങ്കളാഴ്ച ആണേലും ചൊവ്വാഴ്ച ആണേലും ബുധനാഴ്ച ആണേലും ഏത് ചോദിച്ചാലും 3/7 ആയിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മള് 2 ചോദിച്ചാല് പിന്നെ ചിലപ്പെങ്കിൽ 30 ദിവസത്തിന്റെ അതായത് ഏപ്രിലൊക്കെ 30 അല്ലേ? ഏപ്രിൽ 5 വരാനുള്ള സാധ്യത എത്രയാന്ന്? അപ്പൊ അത് നമ്മള് 2 കണക്കെടുക്കുക. ഏതാ 2 അധികമായിട്ട് വരുന്നത്? ചൊവ്വ, ബുധൻ, ബുധൻ, വ്യാഴം, വ്യാഴം, വെള്ളി. അതും കറക്റ്റ് ആയിട്ട് അങ്ങനെ നോക്കുക. ഓക്കെ. ഇപ്പൊ 30 ദിവസത്തിന്റെ ചോദിച്ചാല് അവിടെ വരുന്നത് 7 തന്നെയാണ് വരുന്നത്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ ഞായർ, തിങ്കൾ, അങ്ങനെ 7 വരുന്നത്. പക്ഷെ ഇവിടെ 3 ഉള്ളതില് സാധ്യതയുള്ള അവിടെ 2 ആയിരിക്കും വരുന്നത്. 7 2 വർഷം എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ. ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ചുവടെയുള്ള കണക്കുകളിലൊക്കെ സാധ്യത ഭിന്നസംഖ്യയായി കണക്കാക്കുക. ദശാംശ രൂപത്തിലും ശതമാന രൂപത്തിലും എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 3 അങ്ങനെ 10 വരെയും ഉള്ള സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് അഭാജ്യമാകാനുള്ള സാധ്യത. അപ്പൊ ഒന്നാമത്തെ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, അഭാജ്യമാകാനുള്ള സാധ്യത. അപ്പൊ നമുക്കറിയാം 10 വരെ ഉള്ളതാണ്. മുമ്പ് ഒന്ന് ചെയ്തതാണെന്ന് തോന്നുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഒരെണ്ണം ഉള്ളതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം. അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2, 1, 2 ഉണ്ട്, 3, 2, 3, 5, 7, 4 അഭാജ്യ സംഖ്യകളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇതിൽ ഒരെണ്ണം എടുത്താൽ സാധ്യത എന്ന് പറയുമ്പോൾ എത്ര എണ്ണം? 10 എണ്ണമാണ് ഉള്ളത്. ടോട്ടൽ 10 എണ്ണം. 4/10 വരുന്നത്. ഇതിനെ നമ്മൾ എന്താണ് ദശാംശത്തിലേക്ക് മാറ്റണമെങ്കിൽ, ദശാംശം എന്ന് പറയുന്നത് 0.4 ആണ്. അതിനെ ഭിന്നസംഖ്യ ആക്കണമെങ്കിലോ 4/100 4/10 ഇൻറ്റു 100 എന്ന് ചെയ്യുക. എന്നിട്ട് ഒരു 0 വെട്ടുക. പിന്നെ എത്രയാ? 40 എന്ന ആൻസർ വരും. 40%. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചാൽ 1, 2, 3, 100 വരെയുള്ള സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ അത് 2 അക്ക സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പൊ 2 അക്ക സംഖ്യകളുടെ ടോട്ടൽ എത്രയാ? നമുക്കറിയാം n = 90 ആണെന്നറിയാം. ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ വേണം പറയാം. അതായത് ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാ? 10. 10 മുതൽ 10, 11, 12, 13 അങ്ങനെ പോയി എവിടെ എത്തുന്നു? 99 എത്തുന്നു. ഇവിടെ എന്താണ്? എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ 99 നിന്ന് 10 കുറയ്ക്കുക. ഇപ്പൊ എത്രയാ? 89 കിട്ടും. അതിനോട് 1 കൂട്ടുക. അപ്പോൾ 90 കിട്ടി. ഉണ്ടല്ലേ? 99 നിന്ന് ലാസ്റ്റത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 കൂട്ടുക. നമ്മളിത് സമാന്തര ശ്രേണികളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നമുക്കറിയാം n = 90 ആണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? അത് 2 അക്ക സംഖ്യ ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 90 2 അക്ക സംഖ്യ ഉണ്ട്. എത്ര ടോട്ടൽ നമ്പർ എത്രയാ? 100. അപ്പൊ 90/100. ഇതിന്റെ ഇതങ്ങ് പോയാൽ 9/10 ആണ് അതിന്റെ സാധ്യത വരുന്നത്. 9/10. ഇതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റണമെങ്കിൽ ശതമാനം ആകുമ്പോൾ 0.9 പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 90% ആയിട്ട് മാറും. അതായത് 0.9നെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 100 കൊണ്ട് ഒരു സ്ഥാനം മാറ്റി 9 ആയി. അതായത് 2 പൂജ്യമുള്ളേ. അപ്പൊ 2 സ്ഥാനം മാറ്റണം. ഒരു സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് പകരം 0 ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? പെർസെൻറ്റേജിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ. എല്ലാ 3 അക്ക സംഖ്യകളും കടലാസ് കഷണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് ഇരുവഴി പാലിൻഡ്രോം സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? 5ാം ക്ലാസ്സിലെ സംഖ്യാലോകം എന്ന പാഠത്തിലെ പെരുകുന്ന സംഖ്യകൾ എന്ന ഭാഗത്തിലെ അവസാന കണക്കുകളിലെ ചോദ്യം നമ്പർ 4 നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ 5ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലല്ലേ 5ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ തപ്പിപ്പിടിച്ച് അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇല്ലാത്തവരൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യാനാണ്? നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു തരാം എന്താന്ന്. ഓക്കെ. ഇരുവഴി സംഖ്യ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം 101 തിരിച്ചിട്ടാൽ എന്താ? 101 തന്നെയല്ലേ വായിക്കുന്നത്? 111 അതും തിരിച്ചിട്ടാൽ 111, 121,
അതായത് അങ്ങോട്ട് എഴുതുമ്പോൾ ഇടത്തോട്ട് എഴുതുമ്പോൾ അടുത്തോട്ട് എഴുതുമ്പോൾ എല്ലാം എന്താണ് സെയിം നമ്പർ തന്നെ വരുന്നതാണ് നമ്മുടെ പാലിൻഡ്രോൺ സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇരുവഴി സംഖ്യകൾ 141, 151 ഉണ്ടോ, 161 ഇതെല്ലാം പാലിൻഡ്രോൺ സംഖ്യകളാണ്. വേറെ 201, 231 അല്ലേ, ഇങ്ങനെ എല്ലാം വരും. അല്ല 231 അല്ല, 232, 333 ഒക്കെ പാലിൻഡ്രോമാണ്. അതായത് അങ്ങോട്ട് ഇട്ടാലും ഇടത്തോട്ട് വലത്തോട്ടും എല്ലാം വായിക്കുന്ന ഒരേ സംഖ്യകളാവുമ്പോഴാണ് അതിനെ ഇരുവഴി സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ ഇരുവഴി സംഖ്യകൾ ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇരുവഴി സംഖ്യകൾ, അതായത് എങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്? ഇപ്പം എ ബി സി എന്നെടുത്താൽ, അതായത് എ ബി സി, സോറി, മൂന്നക്ക സംഖ്യയല്ലേ, ഇരുവഴി സംഖ്യയല്ലേ വേണ്ടേ? എ ബി എ, ആദ്യത്തെ രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കണം. ഈ നടുക്കുള്ളതോ ബി ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എ ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരണം. എന്നുവെച്ചാൽ എ 0 ആകാൻ പാടില്ല, കാരണം നമുക്ക് മൂന്നക്ക സംഖ്യ വേണ്ടേ. അപ്പൊ 0, 1, 0 എന്ന് പറഞ്ഞാല് ഇവിടെ മൂന്നക്ക സംഖ്യ 0 ഇവിടെ കൊടുത്താൽ ശരിയാവുമല്ലോ, കാരണം അത് രണ്ടക്ക സംഖ്യ ആയിട്ട് വരില്ലേ, 10 ആവൂലേ. അപ്പൊ നമുക്ക് 0 ആദ്യം ഇടാൻ പാടില്ല. അപ്പം എന്താണ്, എ ബി എ എന്നുള്ള ഇതിൽ വന്നാൽ എയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ ആവും? 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ. എ ഇസിക്കൽ ടു 1 to 9 വരെ വരും. ഇപ്പൊ എത്ര ടോട്ടല്? 9 സംഖ്യകളുണ്ട്. 9 സംഖ്യകൾ. ബിയോ, ബി എന്ന് പറയുന്നത് 0 മുതൽ, ബി 0 ആകാമല്ലോ, കുഴപ്പമില്ല. 0, 1, 2, 3, 4, 5 അങ്ങനെ 10 എണ്ണം ഉണ്ട്. ഓക്കെ ഓക്കെ ടോട്ടല് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 9ഉം ബി എന്ന് പറയുന്നത് 10 എണ്ണമാണ് ആകെ ഉള്ള നമ്പേഴ്സ്. എ എന്ന് പറയുന്നത് 9 എണ്ണം, ബി 10 എണ്ണം. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര എണ്ണമാണ് വരുന്നത്? ടോട്ടൽ എത്ര വരും എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ 9 × 10 ആണ് ചെയ്യേണ്ടത്. 9, 10 × 9 എത്രയാ? 90. അപ്പൊ 90 ടോട്ടൽ വരുന്നത്. അപ്പൊ നമുക്കറിയാം മൂന്നക്ക സംഖ്യകളാണല്ലോ. മൂന്നക്ക സംഖ്യകളുടെ നമുക്കറിയാം മൂന്നക്ക സംഖ്യകളുടെ ആകെ എണ്ണം, അതായത് 100, 101, 102 അങ്ങനെ 999 വരെയാണല്ലോ മൂന്നക്ക സംഖ്യകൾ. ഇതൊക്കെയാ മൂന്നക്ക സംഖ്യകൾ. 100 സ്റ്റാർട്ട് ചെയ്ത് 100, 101, 102 അങ്ങനെ പോയി ലാസ്റ്റ് എവിടെ? 999 എത്തുമ്പോൾ മൂന്നക്ക സംഖ്യകളാവും. അവിടുത്തെ എണ്ണം എത്രയാണ്? n ഇസിക്കൽ ടു 900 ആണ് n വരുന്നത്. അത് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം കേട്ടോ. 999 100 കുറയ്ക്കുക, ഇപ്പൊ 899 ആവും. അതിനോട് 1 കൂട്ടുക, അപ്പൊ 900. ഓക്കെ, അപ്പൊ ഇനി സാധ്യത കാണണം അല്ലേ? സാധ്യത ഇസിക്കൽ ടു എത്രയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എത്രയാ ഉള്ളത്? ഇരുവഴി സംഖ്യകൾ 90. 90 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇവിടെ വരുന്നത്? 90 ഡിവൈഡഡ് ബൈ 900. ഈ ഒരു 0 അങ്ങ് വെട്ടിക്കളഞ്ഞു. ഓക്കെ, ബാക്കി ഈ 9ഉം വെട്ടിക്കളഞ്ഞു. ബാക്കി ഈക്വൽ ടു 1/10 എന്ന് വരും. 90 × 10 അല്ലേ, 1/10. ഓക്കെ, ഇതിന്റെ പെർസെൻറ്റേജ് ആണെങ്കിലോ, ഡെസിമൽ നമ്പർ, ദശാംശ സംഖ്യ എന്ന് പറയുന്നത് 0.1 അതിന്റെ പെർസെൻറ്റേജ് വരുമ്പോൾ 10%. 0.1 × 100. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. 0.1 × 100, 0.1 ദശാംശവും 10%, 10% ശതമാനത്തിലേക്കും വരും. ഓക്കെ, ഇനി അടുത്തത് ജാമിതീയ സാധ്യതയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇതാണ് പറഞ്ഞത്. ഇനി ജാമിതി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഓരോ ഷേപ്പുകൾ, ഓരോ ചിത്രങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഈ ഒരു ഫിഗേഴ്സിലൊക്കെ നമ്മൾ കണ്ണടച്ചൊരു കുത്തിട്ടാൽ, ഞാനിപ്പോൾ കണ്ണടച്ചു പിടിച്ചേക്കുക, എന്നിട്ട് ഈ ഒരു ഇതില് ഒരു കുത്തിടാൻ പോകുന്നു. അപ്പൊ ഞാനൊരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ആകാനുള്ള സാധ്യത, ഷെയ്ഡ് ചെയ്തതിൽ ആകാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ എല്ലാം ഈക്വൽ പാർട്ടാണ് അല്ലേ? ഈ ചതുരം എല്ലാം തുല്യ ഭാഗങ്ങളാണ്, കണ്ടില്ലേ? ഈ തുല്യ ഭാഗങ്ങളായതുകൊണ്ട് ഇവിടെ സാധ്യത എത്രയായിരിക്കും?
1/4 ആയിരിക്കും. 4 ഒരു പ്രാവശ്യം ഷെയ്ഡ് ചെയ്തതിൽ ആകാനുള്ള. ഇവിടെ 1/2. ഇവിടെ ഇവിടെ നമുക്ക് അറിയില്ലെങ്കിൽ ഇവിടെ തുല്യമല്ല. ഇത് രണ്ടും തുല്യമാണ് അല്ലേ? ഇത് തുല്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നടുക്കൂടെ ഒരു വര ഇടും. ഇത് എത്രയായി? 1, 2, 3, 4. അപ്പൊ 4ഉം തുല്യമായി. അപ്പൊ 2/4. ഓക്കെ, 2/4നെ നമുക്ക് 1/2 എന്നും എഴുതാം. പിന്നെ ഇതാണെങ്കിലും 1/4. ഇത് 1/2. ഇത് 1/4. ഇത് 1/3. ഇത് 1/4. ഇത് 2/4 അല്ലെങ്കിൽ 1/2. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത പ്രവർത്തനമാണ് തന്നിരിക്കുന്നത്. ഇവിടെ സമചതുരത്തിന്റെ 4 വശങ്ങളും തന്നിട്ടുണ്ട്. 4 വശങ്ങളും എവിടെയാണ് തന്നിരിക്കുന്നത്? ഒരു 4 വശങ്ങളും മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന മറ്റൊരു സമചതുരം. ഓക്കെ, ഇവിടെ ഇതൊരു സമചതുരമാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് ഈ പച്ച കളറിലുള്ള ഒരു സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ണടച്ചിട്ട് കുത്തിട്ട് ഇനി നോക്കിക്കേ, ഇത് ഈക്വൽ ആയില്ലേ? 1, 2, 3, 4. ഇവിടെയോ 1, 2, 3, 4. അങ്ങനെയാകുമ്പോൾ സാധ്യത എത്രയാണ് വരുന്നത്? ടോട്ടൽ എത്രയുണ്ട്? 2, 4, 6, 8 ഭാഗം, തുല്യ ഭാഗങ്ങളായിട്ട് 8 വന്നേക്കുന്നു. ഇനി സാധ്യത പറയുമ്പോൾ ടോട്ടൽ 8 8ല് 4. അപ്പൊ 4ൽ 8 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടില്ലേ? സമഷഡ്ഭുജത്തിലെ ഒന്നിടവിട്ട മൂലകൾ ചേർത്ത് വെച്ച ത്രികോണം. ഓക്കെ, ഇത് സമഷഡ്ഭുജമാണ്. ഇത് തുല്യമാണ്, സമമാണ്. അപ്പൊ ഇവിടെ ആ പച്ച ഭാഗത്ത് വീഴാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പച്ചയില് വീഴാനുള്ളത്. അപ്പൊ പച്ച ഇത് ഈക്വൽ ഇല്ല. നമുക്ക് ഈക്വൽ ആണെങ്കിൽ അങ്ങനെ സാധ്യത ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമ്മളതിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. ആദ്യം അതാണ് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിന്റെ ഈ ത്രികോണത്തിന് മധ്യത്തിലേക്ക് ഈ ഒരു രീതിയിൽ വരയ്ക്കുക. അപ്പൊ കണ്ടില്ലേ, ഇവിടെ എന്താണ്? ഇവിടെ ഒരു സാമാന്തരികമായിട്ട് മാറിയില്ലേ? ഇവിടെ സാമാന്തര്യത്തിന്റെ വികരണങ്ങള്, സമാന്തര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന ഈ ഒരു ഇതാണ് സാമാന്തര്യം. അപ്പൊ വികരണം വരച്ചാലോ? ഈ പാട്ടും ഈക്വൽ ആയിരിക്കില്ലേ? അതെ, തുല്യമായിട്ടാണ് സമാന്തര്യത്തിന് വികരണങ്ങൾ കടന്നു പോകുന്നത്. അതായത് സമാന്തര്യത്തെ തുല്യമായിട്ട് ഭാഗിച്ചുകൊണ്ടാണ് വികരണങ്ങൾ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഈ ഒരു ഇതിന് പാരലൽ ലൈന് വരയ്ക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഈ ഒരെണ്ണത്തിന് ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു സാമാന്തര്യം വന്നു. കുറച്ച് വലുതായിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് എന്താ ചെയ്യുക? ഇതിന്റെ നടുക്ക്, ഈ ത്രികോണത്തിന്റെ ഈ ഒരു ഷഡ്ഭുജത്തിന്റെ നടുക്കോട്ട് ഇങ്ങനെ യോജിപ്പിക്കുന്നു. ഓരോ മൂലയിൽ നിന്നും, ഈ ത്രികോണത്തിന്റെ ഓരോ മൂലയിൽ നിന്നും ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ 2 ത്രികോണങ്ങളായി. അപ്പൊ ഇത് എത്ര തുല്യമായി? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ടോട്ടൽ 2, 4, 6. 6 എത്ര ഭാഗമാണ്? 3 ഷെയ്ഡുണ്ട്. അപ്പോൾ 3 പച്ച. അപ്പൊ 3 വീഴാനുള്ള, കണ്ണടച്ചൊട്ടണം ഇട്ടാൽ ചിലപ്പോൾ ഇവിടെയാകാം, ഇവിടെയാകാം. ഇവിടെ ആകാനുള്ള സാധ്യത എത്ര? 3. 3/6 എന്ന് പറയുന്നത് എത്രയാ? 1/2 ആണ്. 6ന്റെ പകുതിയാണല്ലോ 3. 1/2 വരും. ഓക്കെ, അടുത്തത് എന്താ? അടുത്ത ഒരു 2 ത്രികോണങ്ങളാണ്, സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിന്റെ അടുക്ക് ഒരു ഇത് ഷഡ്ഭുജമായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. ഓക്കെ, ഇവിടെയാണ് അതുപോലെ തന്നെ ഈ ഒരു മൂലയിന്ന് ഈ 2 വികരണങ്ങൾ തമ്മിൽ ഇങ്ങനെ, വികരണമല്ല, ആ ഒരു 2 മൂലകൾ തമ്മിൽ, എതിർ മൂലകൾ തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈക്വൽ ആയിട്ട് പാർട്ടായിട്ട് ഇവിടെ ഒരു പാർട്ട്, ഈ ഒരു പാർട്ട്, ഇത് ഇങ്ങനെ ഈക്വൽ ആയിട്ട് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നു. ഇപ്പൊ പച്ച എത്ര ഉള്ളത്? മഞ്ഞ 1, 2, 3, 4, 5, 6 മഞ്ഞ ഉണ്ട്. പച്ചയോ അതും 3, 3, 6 ആണുള്ളത്. ടോട്ടൽ 6. മറ്റേത് 6, 6, 12. അതും നേരെ പകുതി എന്നുള്ള കണക്കിലാണ് വരുന്നത്. 1/2 എന്ന് വരും. 6ന്റെ പകുതിയാണ് 12ന്റെ പകുതിയാണ് 6. ഇനി ഇപ്പൊ വന്നിരിക്കുന്നത് ഇതുണ്ടല്ലോ, ഒരു വൃത്തത്തിന്റെ കേസിൽ വന്നാല് നമ്മൾ എന്താ ചെയ്യുക? വൃത്തത്തിന്റെ കേസിൽ വന്നാല് ഇവിടെ നമ്മൾ ഏരിയ ആണ് കാണണ്ടോ കേട്ടോ. അപ്പൊ നമ്മൾ ഈ വൃത്തത്തിന്റെ ഏരിയ വരുന്നത്, ഈ സമചതുരത്തിന്റെ ഏരിയയിലെ പരപ്പളവ്. ഓക്കെ, ഇവിടെ വൃത്തം നമ്മൾ ഈ വികരണം ഇങ്ങനെ എടുത്താല്
എന്താണ് ഈ വികരണം എന്ന് പറയുന്നത് ഇതിന് ആരമല്ലേ? ആ, ആരമല്ല. ഓക്കെ, ഇവിടെ നമ്മള് ഇതിന്റെ രണ്ടും ചോദ്യം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഗർ രണ്ടും മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫിഗർ വരുന്നത് ഇതിനാണ്. ഓക്കെ, ഇത് ഉപയോഗിച്ച് ആദ്യം നമുക്ക് ചെയ്യാവേ. അതായത് ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയാണ് നമ്മൾ വികരണം വരയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു വികരണം വരച്ചാൽ വികരണം എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഇവിടുന്ന് ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് എന്താണ്, വൃത്തത്തിന്റെ ആരം ആണ്. അപ്പൊ നമ്മള് വികരണം എന്ന് പറയുന്നത് 6ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2r കിട്ടും. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വൃത്തത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എന്താണ്, ഇവിടെ നമ്മൾ ഈ ഒരു വശം എ എന്ന് കൊടുത്ത ഇത് എ ന്റെ ഈ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും a² എന്നറിയാം. ഓക്കെ, ഇത് മറ്റൊന്നില്ല, a² ആണ്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു വികരണം വരച്ചാല് ഇതെന്താണ്, ഒരു മട്ടത്രികോണമാണ്. അപ്പോൾ മട്ടത്രികോണമാണെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്, അതായത് a+a 2a അല്ലേ? അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അതായത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് √a² + a² ആയിരിക്കും. അപ്പം a² + a² എന്ന് പറയുമ്പോൾ എത്രയാ? a 2a² √2a². ഇവിടെ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു √2a. √2a ആണ് നമ്മളുടെ വികരണം എന്ന് പറയുന്നത്. √2a നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കണ്ടുപിടിച്ച കേട്ടോ. ഈ വികരണം ഈസ് ഈക്വൽ ടു വികരണത്തിന്റെ വികരണം കണ്ടുപിടിക്കുന്നത് പൈതഗോറസ് ഉപയോഗിച്ചാൽ വികരണം വികരണം എന്ന് പറയുന്നതാണ്. ഇതൊരു മട്ടത്രികോണമാക്കി എടുത്തു. മട്ടത്രികോണം കണ്ടില്ലേ, ഒരു സൈഡ് 90 ഡിഗ്രി, 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് വികരണം. വികരണം എന്ന് പറയുന്നത് പാദ² + ലംബ² ഈസ് ഈക്വൽ ടു കർണ്ണ². ഇവിടെ കർണം എന്നുള്ള വികരണമാണ്. അപ്പൊ വികരണത്തിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² + a². അപ്പൊ വികരണം എന്ന് പറയുന്നത് √a² + a² പ്ലസ് a² രണ്ടെണ്ണം കൂട്ടുമ്പോൾ 2a². അപ്പൊ √2a സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ a ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി ഈ ഒരു വികരണം എന്ന് പറയുന്നത് √2a ആയിട്ട് കിട്ടി. ഈ വികരണം എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ എന്താണ്, വ്യാസമല്ലേ? വൃത്തത്തിന്റെ മധ്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഓക്കെ, അപ്പൊ ഈ വ്യാസം എന്ന് പറയുന്നത്, കാരണം നമ്മൾ പഠിച്ചില്ലേ, വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചില്ലേ, വ്യാസം കടന്നു പോകുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ വ്യാസം ആണ്, അതിന്റെ പകുതിയാണ് ആരം. അപ്പൊ ആരം എന്ന് പറയുന്നത് √2a/2 ആയിരിക്കും. നമുക്ക് ആരം വേണം അല്ലേ? നമ്മുടെ വൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള, അതായത് നമ്മൾ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് a² ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ചതുരത്തിന്റെ. ഈ വൃത്തത്തിന്റെ ആണെങ്കിൽ നമുക്കറിയാം √2a ആണ് വൃത്തത്തിന്റെ പരപ്പളവ്. വൃത്തത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? πr² ആണ്. അപ്പൊ പൈ നമുക്ക് അങ്ങനെ തന്നെ ഇടാം. r² എന്ന് പറയുന്നത് എത്രയാ? r എന്ന് പറയുന്നത് √2a, അതിന്റെ പകുതിയല്ലേ √2a ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇപ്പൊ √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. 2a² / 4 എന്ന് വരും.
ഓക്കെ, ഇവിടെ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, പൈ ഈ ഒരു രണ്ടും ഈ ഒരു രണ്ടും കൂടെ വെട്ടിക്കളയാം, ഇവിടെ 4 ആവും. അപ്പം പൈ എ സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് വൃത്തത്തിന്റെ പരപ്പളവ് കിട്ടി. പൈ എ സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് സാധ്യത ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സാധ്യത നമുക്കറിയാം, നമ്മൾ കണ്ടല്ലോ, ഇതിന്റെ ചതുരത്തിന്റെ, അതായത് സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? സമചതുരത്തിന്റെ പരപ്പളവാണ് എ സ്ക്വയർ. വൃത്തത്തിന്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു, പൈ എ സ്ക്വയർ ബൈ 2. പൈ എ സ്ക്വയർ ബൈ 2ഉം ചതുരത്തിന്റെ എ സ്ക്വയറുമാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്താകാനുള്ള സാധ്യത എത്രയാണ്? ഈ ചതുരത്തില് അകത്ത് ഉള്ള സാധ്യത. അപ്പൊ ചതുരത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് എവിടെയാണ്? ചതുരത്തില്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നമ്മള് എന്തായിരുന്നു? ഓക്കെ, നമ്മള് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതായത് പൈ എ സ്ക്വയറും ഈ ഒരു വൃത്തമാണ്. ഓക്കെ, ഇതിന്റെ ഇതാണ് ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ. ഇതിലാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ചതുരത്തിന്റെ ഇത് എത്രയാണോ, ഏതാണോ നമുക്ക് വേണ്ടത്, അതാണല്ലോ മുകളിൽ വേണ്ടത്. എന്നിട്ട് ടോട്ടൽ പൈ എ സ്ക്വയർ ബൈ താഴെ ഉള്ളത് പൈ എ സ്ക്വയർ ബൈ 2 എന്നുള്ള വൃത്തത്തിന്റെ കൊടുക്കുക. കാരണം വൃത്തത്തിനകത്താണ് ചതുരം. ഇപ്പം ടോട്ടല് വൃത്തത്തിന്റെ കാണുക, അതിനെ ചതുരത്തിനകത്ത് തൊടാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. പൈ എ സ്ക്വയർ ബൈ 2 എന്ന് കാണുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ 2നെ മുകളിൽ ഈ എ സ്ക്വയർ എന്താ കട്ടായി പോകും. എന്നിട്ട് ബാക്കി എന്താ വരുന്നത്? മുകളിൽ 1 ആണ് വരുന്നത്. 1 ബൈ പൈ ബൈ 2 എന്നുള്ളത് എന്താവും നമുക്ക്? അതായത് ആദ്യം തന്നെ നമുക്ക് എഴുതാം, എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ. ഈ മുകളിൽ എന്ത് ചെയ്യാം? ഈ 2 മുകളിലോട്ട് എഴുതാം. ഓക്കെ, ഈ 2 മുകളിലേക്ക് മാറി വരും. ഈ പൈ എ സ്ക്വയറിന്റെ വിൽക്രമം എന്നുള്ള രീതിയിൽ മുകളിലേക്ക് വരും. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും എഴുതാം, എ സ്ക്വയറിന്റെ അടിയിൽ ഒന്നുമില്ല. ഓക്കെ, എ സ്ക്വയർ ഇൻറ്റു 2 ബൈ പൈ എ സ്ക്വയർ. ഓക്കെ, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ എ സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോയാൽ ബാക്കി എത്ര ഉണ്ട്? 2 ബൈ പൈ ആണ് ആൻസർ വരുന്നത്. നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത് ഇതിന്റെ, അതായത് ഇതാണ് ഫിഗർ കേട്ടോ. അതായത് അതിന്റെ ആൻസർ വരുന്നത് 2 ബൈ പൈ ആണ് വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിന്റെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ മറ്റേത് വശം എ ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ ചതുരമാണ് വെളിയിൽ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? ഇങ്ങനെ ഇതായിട്ട് നോക്കുക. ഓക്കെ, ഇതിന്റെ സൈഡ്, ഇതുണ്ടല്ലേ, ഇവിടെ 6 ആയിട്ടെടുത്താൽ, ഈ ഒരു ആരം 6 ആയിട്ടെടുത്താൽ ഇവിടെ എത്രയാ? 6 എത്രയാ? 2r അല്ലേ ഇതിന്റെ സൈഡ്? ഇത് കണ്ടില്ലേ, ഇതിന്റെ ഈ ലെങ്ത് തന്നെയല്ലേ ഇത്? അപ്പം അതിന്റെ ചതുരത്തിന്റെ വശം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സമചതുരത്തിന്റെ ഇതിന്റെ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 6 പൈ ആർ സ്ക്വയർ എന്ന് തന്നെ എടുക്കുക. പൈ ആർ സ്ക്വയർ തന്നെ, പൈ ആർ സ്ക്വയർ. പിന്നെ വൃത്തത്തിന്റെ പരപ്പളവാണ് പൈ ആർ സ്ക്വയർ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചതുരത്തിന് വരുമ്പോഴോ, ചതുരത്തിന്റെ ഇവിടെ 6ന്റെ 2r, അപ്പോൾ 2r ആണ് നമ്മുടെ ഒരു സൈഡ് വരുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാ? 2r. ചതുരത്തിന്റെ, അത് സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 2r എ പ്ലസ് എ സ്ക്വയർ അല്ലേ വരുന്നത്? ഇപ്പൊ 2rന്റെ സ്ക്വയർ
12 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4r സ്ക്വയർ എന്ന് വരും. നമ്മളെന്താ ഈ വൃത്തത്തിനകത്തുള്ളതല്ലേ കാണേണ്ടത്. ഓക്കെ, നമ്മൾ ചതുരത്തിന്റെ നമുക്ക് വൃത്തത്തിന്റെ കാണണം. വൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ. ഓക്കെ, വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. 4r സ്ക്വയർ ആണ് എത്ര വലിയ വെളിയിലുള്ളത്. ഓക്കെ, എന്നിട്ട് ആ രീതിയിൽ ഓർത്താൽ മതി. നമുക്ക് ഏതാണോ ആവശ്യം, വൃത്തമാണ് ആവശ്യം. അപ്പൊ വൃത്തത്തിന്റെ അടിയിലുള്ള ചതുരം. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളത് മുകളിൽ എഴുതുക. ഓക്കെ, ഏതാണ് സാധ്യത ഉള്ളത്, സാധ്യത കാണേണ്ടത്. അപ്പൊ സാധ്യത ഈക്വൽ ടു പൈ ബൈ 4 ഇതാണ് സാധ്യത വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇത് വരുന്നത് ജോഡികളാണ്. 2 നാണയം നമ്മൾ എറിയുന്നു. അപ്പൊ നാണയത്തിന് ഏതാണ്, ഒരു വശം ഹെഡും ഒരു വശം എന്താണ് ടെയിലുമാണ്. 2 എണ്ണമാണ് ഇടുന്നത്. ഒരെണ്ണം ഹെഡ് ഒരെണ്ണം ടെയില്. ഓക്കെ, 2 എണ്ണം ആകുമ്പോഴോ നോക്കിക്കേ, 2 ഹെഡ് കണ്ടോ, 2 ഹെഡ്, പിന്നെ ഒരു ഹെഡ് ഒരു ടെയില്, പിന്നെ ഒരു ടെയിലും ഒരു ഹെഡും, പിന്നെ 2 ടെയിലും. അപ്പൊ എത്ര സാധ്യത ഇവിടെ വന്നു. നമ്മൾ ഒരു നാണയത്തിന് എത്ര വശങ്ങളാണ് ഉള്ളത് നോക്കാം. ഒരു നാണയത്തിന് ഒരു ഹെഡും ഒരു ടെയിലും ഒരു ഹെഡും ആണുള്ളത്. മറ്റൊരു നാണയത്തിനും ഒരു ടെയിലും ഒരു ഹെഡും ആണുള്ളത്. ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. ഇവിടെ എത്ര ചാൻസാ ഉള്ളത്, 2 എണ്ണം. അപ്പൊ നമ്മൾ 2 നാണയങ്ങളാണ് എറിയുന്നതെങ്കിൽ ഇവിടുത്തെ ഈ 2ഉം ഇവിടുത്തെ 2ഉം ഈ 2ഉം 2ഉം കൂടെ എന്ത് ചെയ്യുക, ഗുണിക്കുക. നമുക്ക് ടോട്ടൽ ചാൻസ് കിട്ടുന്നത്. എത്ര തരത്തിൽ നമുക്ക് ടോട്ടൽ എത്ര തരത്തിൽ നാണയത്തിന്റെ ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് കാണാൻ പറ്റും. എത്ര ഫലങ്ങളാണ് ടോട്ടൽ കിട്ടുന്നത്, 4 ഫലങ്ങൾ. എന്തുകൊണ്ടാണ് പറഞ്ഞേ, ഒരു നാണയത്തിന് ഒരു ഹെഡും ഒരു ടെയിലും. അല്ലേ, അപ്പോൾ ഇതാണ് ഒരു സെറ്റ് നാണയം. ഓക്കെ, ഇത് ഒരു ഹെഡും ഒരു ടെയിലും അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. ഇതൊരു വേറൊരു സെറ്റ് നാണയം. അപ്പൊ അതിനും ഒരു ഹെഡും ഒരു ടെയിലും. അപ്പോൾ ഒരെണ്ണത്തിന് സാധ്യത ഒരു ഹെഡും ഒരു ടെയിലും, 2 സാധ്യത, 2 ഫലങ്ങളാണ്. ഒരു നാണയം ഇട്ടു, ഒരു ടെയിലും കിട്ടും, അല്ലെങ്കിൽ ഒരു ഹെഡ് കിട്ടും. അപ്പൊ അവിടെ എത്ര ഫലങ്ങളാ, 2 ഫലങ്ങൾ. പിന്നെ അടുത്ത വരുമ്പോഴോ അടുത്തതിനും അതേപോലെ 2 ഫലങ്ങൾ. ടോട്ടൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, 2 ഇൻറ്റു 2 എത്രയാ, 4 ഫലങ്ങളാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഡൈസ് ഇല്ലേ, ഡൈസ് ത്രോ ചെയ്യുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഡൈസ് ത്രോ ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ, അത് ഒരെണ്ണത്തിൽ എത്ര, ഒരു ഡൈസ് 2 ഡൈസ് ത്രോ ഇട്ടു, 2 ഡൈസ് നമ്മൾ കുലുക്കിയിട്ടു. ഒരു ഡൈസിൽ എത്ര എണ്ണം ഉള്ളത്, ഒരു ഡൈസിൽ 6 എണ്ണം ഉണ്ട്. മറ്റേ ഡൈസിലോ അതും ഉണ്ടാവും 6 എണ്ണം. ഓക്കെ, നമുക്ക് ഒരു ഡൈസ് മാത്രം ഇടുന്നെങ്കിൽ നമുക്ക് എന്താണ് 1 1 2 3 4 5 6 എണ്ണം ഉള്ള സംഖ്യകൾ അല്ലേ. അപ്പൊ അവിടെ എത്രയാ ടോട്ടൽ ഫലങ്ങൾ, 1 വീഴാം, 2 വീഴും, 3 വീണു, 4 വീണു, 5 വീണു, 6 വീണു. അതിലപ്പുറം ഒന്നും വീഴുകയില്ല. 6 സാധ്യതയാണ്, 6 ഫലങ്ങളാണ് അവിടെ ഉള്ളത്. 2 എണ്ണം വിടുമ്പോൾ ഒരെണ്ണത്തിലും 6 ഉണ്ട്, മറ്റേലും 6 ഉണ്ട്. അപ്പൊ ടോട്ടൽ കാണിക്കുന്നെങ്കിലോ 6 ഇൻറ്റു 6 12 ടോട്ടൽ സാധ്യത വരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മളിനി പറഞ്ഞേക്കുവാണ് ഫലങ്ങൾ കിട്ടാവുന്ന ഫലങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാ, 1 ഹെഡും 1 ഹെഡും ഹെഡും ടെയിലും ടെയിലും ഹെഡും ടെയിലും ടെയിലും, അങ്ങനെ ആണ് 4 ഫലങ്ങൾ സാധ്യത വരുന്നത്, ഫലങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി ഫലങ്ങളുടെ എണ്ണം 4 പറഞ്ഞു. പിന്നെ 2 ഫലങ്ങളും ഹെഡ് ആകാനുള്ള സാധ്യത. ഇവിടെ നോക്കിക്കേ, 2 ഫലങ്ങൾ ഹെഡ് ആകുന്ന ഇതിൽ മാത്രമല്ല 2 എണ്ണം ഹെഡ്, ബാക്കി ഒരെണ്ണം ഹെഡും ഒരെണ്ണം ടെയിലുമാണ്, പിന്നെ 2 ടെയിലാണ്, പിന്നെ ഹെഡും ടെയിലുമാണ്. ഒരു സാധ്യതയല്ലേ ഉള്ളൂ, 1/4. എത്ര ടോട്ടൽ, 4 ഫലങ്ങൾ. അതുപോലെ തന്നെ ഒരു ഹെഡും ടെയിലും ആണെങ്കിലോ, ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടെയിലുണ്ട്, ഒരു ഹെഡുണ്ട്, ഇവിടെയും ഹെഡുണ്ട്, ടെയിലുണ്ട്. അപ്പൊ എത്ര എണ്ണം വരുന്നത്, 2/4 എന്ന് വരും. ഇനി ഒരെണ്ണമെങ്കിലും ടെയിലാകുന്നു, അപ്പൊ ഒരെണ്ണമെങ്കിലും ടെയിലാകണം. അതായത് 2 നാണയത്തിൽ ഒരെണ്ണം എന്താണെങ്കിലും മസ്റ്റായിട്ടും ഉറപ്പായിട്ടും ഒരു ടെയിൽ വേണം. 2 എണ്ണവും ടെയിലാകാം, അത് ഒരെണ്ണം ടെയിലുണ്ടല്ലോ. അപ്പൊ 1 2 3 അപ്പൊ 3 സാധ്യത, 3/4 വരുന്നു. ഓക്കെ, ഒരെണ്ണം ഹെഡെങ്കിലും ആണെങ്കിലോ, ഒരെണ്ണം ഹെഡെങ്കിലും ആകണം. അതിൽ ഇതുണ്ട്, ഇതിൽ ഒരു ഹെഡുണ്ട്, ഇതിലുണ്ട്. അപ്പൊ എത്രയാ, 3/4. ഇങ്ങനെയാണ് ഇതിന്റെ
ജോഡികളുടെ നോക്കുന്നത്. ഓക്കെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ രജനി ചേച്ചിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലും ഉണ്ട്. അല്ലേ? ഏതൊക്കെ നിറങ്ങളാണുള്ളത്? നമ്മൾ എഴുതുക. ആദ്യം പച്ച, നീല, ചുവപ്പ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പനി എന്നൊക്കെ വായിക്കേണ്ടി വരും. ഓക്കെ, നീ, പാ, ചൂ എന്നൊക്കെയല്ലേ വരുന്നത്. ഒരു രസമില്ലല്ലോ കേൾക്കാൻ. നീലയ്ക്ക് എന്താണ്? ബ്ലൂ എന്ന് വരും. ബി എന്നെടുക്കാം. പിന്നെ ബ്ലൂ ഉണ്ട്. പിന്നെ ഏതാണ് ഉള്ളത്? നീല. നീലയുണ്ട്. നീലയ്ക്ക് ബ്ലൂ, പച്ച. പച്ചയുണ്ട്, ഗ്രീന്, പിന്നെ റെഡ്. ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. എത്ര രീതികളിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? അപ്പം ഇത് ഇത് മൂന്നെണ്ണം ഏതാ? മാല, പിന്നെ ഏതാണ്? കമ്മലും ഉണ്ട്, മാലയും ഉണ്ട്, അല്ലേ? അപ്പം പിന്നെയുണ്ട്, ഇത് കമ്മലാണ്. പിന്നെ ബ്ലൂ, ഗ്രീൻ, റെഡ് എന്ന് പറയുന്ന അതേപോലത്തെ മാലയും ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ടോട്ടൽ എത്ര? കമ്മലും ഉണ്ട്, മാലയും ഉണ്ട്. അപ്പൊ ടോട്ടൽ ഒരെണ്ണത്തിന് 3 മറ്റേതിന് 3 3 9 ജോഡി സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, രജനിക്ക് പച്ച കല്ലുമാലയും കമ്മലും ഉണ്ട്. എത്ര രീതിയിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? എത്ര രീതിയിലാ? അതായത് ഇവിടെ മാല, ഇത് മാലയാണെന്ന് ഓർക്കുക. ഇത് മാല, ഇത് കമ്മല്. ഓക്കെ, ഇപ്പൊ മാല നീ നീലമാലയും പച്ചക്കമ്മലും, നീലമാലയും നീലയും, നീലമാലയും റെഡും, അങ്ങനെ ഗ്രീന്, റെഡ്, അങ്ങനെ 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 എത്ര തരത്തിൽ എഴുതാന്ന്. അപ്പൊ ഇവിടെ എത്രയാ? 3 സെറ്റ്. ഇതും 3 സെറ്റ്. രണ്ടും കൂടെ ഗുണിക്കുക. 3 × 3 9 എന്ന് വരും. 3 × 3 = 9. അപ്പൊ ടോട്ടൽ എത്ര തരത്തില് കമ്മലും മാല ഇടാം? 9 തരത്തില് ഇടാം. ഇനി ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ് ഏതൊക്കെ വരുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ബി ബ്ലൂ, ഗ്രീന്, ബ്ലൂ, റെഡ്, ബ്ലൂ കഴിഞ്ഞു. ബ്ലൂ കഴിഞ്ഞു. ഇനി എന്താണ്? ഗ്രീന്, ബ്ലൂ, ഗ്രീന്, റെഡ്. ഇനി റെഡ്, ബ്ലൂ, റെഡ്, ഗ്രീന്, റെഡ്. ഇങ്ങനെയാണ് 9 തരത്തിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ നോക്കുക. ഒരു ദിവസം രജനിക്ക് ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? ഒരു ദിവസം ഒരേ നിറത്തിലുള്ളണം. ഇവിടെ ഏതാണ് ഒരേ നിറത്തിൽ വരുന്ന? ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയാൽ ബ്ലൂ ഒന്നാണ്. പിന്നെ ഏതാണ്? ഗ്രീൻ, പിന്നെ റെഡ്. എത്രയാ? 3/9. 3/9 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് വരാം. ഓക്കെ, അടുത്തത് ഒരു ദിവസം വ്യത്യസ്തമായ നിറമുള്ളതോ? ബാക്കി 9 എണ്ണത്തിൽ 3 ഒരേ നിറമാണ്. വ്യത്യസ്ത നിറം എത്രയാ? 9ൽ നിന്ന് 3 പോയാൽ എത്രയാ? 6. അപ്പൊ 6/9 അതെന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 ക്ലാസ്സിലെ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10 ബിയില് 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉണ്ട്. ഇത് നമ്മൾ ജോഡികളായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കോളം വരച്ച് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. കണ്ടില്ലേ? ഇവിടെ 10 ക്ലാസ്, 10 ബി ക്ലാസ്, 2 കോളം വരച്ചു. ഓക്കെ, 10 ക്ലാസ്സിൽ എന്ത് ചെയ്തു? 10 ക്ലാസ്സിൽ 30 ബോയ്സ്, ഇത് 30 ബോയ്സ്, ഇതെന്താണ്? 15 ബോയ്സ് 10 ബിയില്. 10 എയിലോ 20 ഗേൾസും 25 ഗേൾസ് 10 ബിയിലും ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എളുപ്പം ഉണ്ടാവും നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ഇങ്ങനെ കോളത്തിൽ എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അപ്പൊ ഇതാണ് ടോട്ടൽ വരുന്നത്. അപ്പൊ 10 എയിൽ എത്രയാണ്? 30 ബോയ്സും 10 ബിയിലെ 15 ബോയ്സും. ഇതിന് പറയുവാണ് 2 ക്ലാസ്സിലും, അതായത് രണ്ടും ബോയ്സ് ആകാനുള്ള ഇതിപ്പോ ജോഡികളായിട്ട് എടുത്തു. ഒരു എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും ജോഡികളായിട്ട് എടുത്തു. ഇപ്പൊ രണ്ടും, അതായത് ഓരോ ക്ലാസ്സിനും ഓരോ സ്റ്റുഡന്റ്,
ടോട്ടൽ എത്ര ചാൻസ് ആണ് വരുന്നത്? ഇവരെ എത്ര തരത്തിൽ ജോഡികളാക്കി തിരിക്കാന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾക്കിവിടെ ടോട്ടൽ കിട്ടിയില്ലേ? ഈ ടോട്ടൽ രണ്ടും കൂടെ തമ്മിൽ ടോട്ടൽ എത്ര തരത്തിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആകെ ചോദിക്കുമ്പോൾ ആകെ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ക്ലാസ്സിൽ എത്ര 10 50 കുട്ടികളുണ്ട്. 10 ബിയിലോ 10 ബിയിൽ 40 കുട്ടികൾ. അപ്പോൾ 50 × 40 4 20 2000 ആണ് ആകെ ജോഡികളുടെ എണ്ണം വരുന്നത്. ഇനി രണ്ടും ബോയ്സ് ആകാനുള്ള സാധ്യത. നമ്മൾ ഓർക്കുക, രണ്ടും എന്താവണം? ബോയ്സ് ആവണം. അതിനുള്ള സാധ്യത നമ്മൾ എന്താണ്? ഇവിടെ ബോയ്സ് ഉണ്ട്. 10 ബോയ്സ് 10 ബിയിലെയും ബോയ്സ്, രണ്ടും ബോയ്സ്. അപ്പം ഇതിനെ രീതിയിലും കൂടെ എടുക്കാം. എന്താണ്? എത്ര രീതിയിൽ തരംതിരിക്കാം? ബോയ്സ് 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 ഗേൾസ്. പിന്നെ എന്താണ്? രണ്ടാമത്തെ ഇതിൽ നിന്ന് ഗേൾസ് ബോയ്സ്, അടുത്ത് ഗേൾസ് ഗേൾസ്. ഓക്കെ, ഇതിൽ നിന്ന് എന്നിട്ട് എടുക്കുക. അപ്പൊ രണ്ടും ബോയ്സ് ആകാനുള്ള സാധ്യത. അപ്പൊ ഇവിടെ എത്ര സാധ്യതയുണ്ട്? ഒറ്റ സാധ്യതയല്ലേ വരുന്നുള്ളൂ. ഒറ്റ സാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒറ്റ രീതിയിൽ ഒരു രീതിയിൽ ഫലം ഒന്നേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ബോയ്സിനോട് ഇവിടുത്തെ ബോയ്സ് ചേർക്കുന്നു. ഓക്കെ, ഇവിടെ ബോയ്സ് ബോയ്സ്, ആദ്യത്തെ ബോയ്സ് എടുത്തു, രണ്ടാമത്തെ ബോയ്സ് എടുത്തു. ഇപ്പൊ ആദ്യത്തെ ബോയ്സ് എത്രയാ? 30 × രണ്ടാമത്തെ ബോയ്സ് 15 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 2000. 2000ത്തിന് ഞാൻ 50 × 40 തന്നെ എഴുതുവാണ്, നമുക്ക് വെട്ടി കുറയ്ക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് വെട്ടി കുറയ്ക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഈ ഒരു 0 ഈ ഒരു 0 വെട്ടാം. ഈ ഒരു 5 ഈ ഒരു 15 വെട്ടി 15ന്റെ ഇവിടെ എത്ര എഴുതാം? I3 15. ഇനി തമ്മിൽ ഗുണിക്കുക. ഇവിടെ 5ഉം 1ഉം I3 15. അയ്യോ, I3 15 അല്ല, ഇവിടെ 3ആണ് വരുന്നത് കേട്ടോ. 3 1 9. I3 ആണ് 15, അതിന്റെ 5ആണ് വെട്ടിക്കളഞ്ഞത്, 3ആണ് മിച്ചം വരുന്നത്. അപ്പം 3 9/40. ഇതാണ് രണ്ടും ബോയ്സ് ആകാനുള്ള സാധ്യത. ഈ രണ്ടും ഗേൾസ് ആകാനുള്ള സാധ്യതയോ? ഇപ്പൊ ഇവിടെ ഏതാണ്? ഇവിടെ എത്രയാ? ഒരു സെറ്റാണ് വരുന്നത്, ഗേൾസ് ഗേൾസ് അല്ലേ? ഗേൾസ് ഗേൾസ് കണ്ടില്ലേ? ഗേൾസ് ഗേൾസ്. അത് 20 × 25 ഡിവൈഡഡ് ബൈ 2000, അല്ലെങ്കിൽ 50 × 40 40. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 50ഉം 25ഉം പോയി ഇവിടെ 2 എഴുതാം. 20ഉം 40ഉം പോയി ഇവിടെ 2 എഴുതാം. എത്രയാ? 1/4. 2 2 അല്ലേ? ഈ 2 4. ഓക്കെ, ഇത് ഇങ്ങനെ വന്നു. ഇനി പറഞ്ഞേക്കുക, ഒരാളെങ്കിലും ബോയ്സ് ആകാനുള്ള സാധ്യത. ഒരാളെങ്കിലും ബോയ്സ് വരണം. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പം ഇവിടെ എന്താണ്? ഇവിടെ നോക്കിക്കേ, ബോയ് അവിടെ ഒരാൾ ബോയ് ആണ്. ബോയ് ഗേള് അവിടെ ഒരാൾ ബോയ് ആണ്. പിന്നെ എന്താ? ഗേള് ബോയ് ഇപ്പം എത്രയാ? 3 തവണ വരുന്നുണ്ട് അല്ലേ? ബോയ്സ് വരുന്നത് 3 തവണ. അപ്പൊ ആദ്യം ബോയ്. ഇപ്പൊ നമ്മൾ എന്താ? ഒരാളെങ്കിലും എന്താവണം? ബോയ്സ് ആകണം. അപ്പൊ നമ്മൾ 3 തവണ കൂട്ടുവാണ് വേണ്ടത്. ആദ്യം ഒന്ന് ബോയ്സ് ഇൻറ്റു ചെയ്യാം. ബോയ്സ് എത്രയാ? 30. രണ്ടാമത്തെ ബോയ്സ് 15. 30 × 15 പ്ലസ് പിന്നെ എന്താണ്? പിന്നെ ബോയ്സ് ഗേൾസ്. അപ്പൊ ആദ്യത്തെ ബോയ്സും രണ്ടാമത്തേന് ഗേൾസുമായിട്ട് ഇൻറ്റു ചെയ്യാം. രണ്ടാമത്തേന് ഗേൾസ് എത്രയാ? 15. പിന്നെയും പ്ലസ്. പിന്നെ എന്താണ്? ഗേൾസും ബോയ്സും, അതിലും ഒരു ബോയ് ഉണ്ട്. ആദ്യത്തെ ഗേൾസ് 20, രണ്ടാമത്തേന് ബോയ്സ്. അപ്പൊ ആദ്യത്തെ ഗേൾസ്, രണ്ടാമത്തേന് ബോയ്സ്. എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്താണെങ്കിലും നമ്മുടെ ടോട്ടലാണ് കൊടുക്കേണ്ടത്. 50 × 40. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇതാക്കുക. 30 × 15 30 × 25 30 × 15 30 × 25 20 × 15. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എളുപ്പമുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. എല്ലായിടത്തും ഒന്ന് നോക്കിക്കേ, എല്ലായിടത്തും നമുക്ക് ഒരു 0 ഉണ്ടല്ലേ? അപ്പൊ 10 ഉണ്ട് വെളിയിൽ. ആ വെളിയിലുള്ളത് കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, പിന്നെ എന്താണ്? ഒരു 5ഉം ഉണ്ട്. അപ്പൊ 5 കൂടെ നമ്മൾ വെളിയിൽ എടുത്തു. 10 × 5. ഇനി മിച്ചം ഇവിടെ എന്തുണ്ടെന്ന് നോക്കാം. 30നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 3 ×
15ന് 5 വെളിയിലെടുത്തു. അപ്പോൾ അവിടെ എത്രയാ? 3 ഇൻറ്റു 5 വെളിയിലെടുത്തത്. 3 15. 3 ഇൻറ്റു 3 നമ്മൾ ചെറുതാക്കുവാണ് കേട്ടോ. പ്ലസ് ഇത് ബ്രാക്കറ്റിനകത്താണ് വരുന്നത്. ഇത് മൊത്തത്തിലാണ് ബ്രാക്കറ്റ് വരുന്നത്. ഓക്കെ. പ്ലസ് ഇവിടെ എന്താണ്? ഇവിടെ 30ന് വീണ്ടും ഇവിടെ എത്രയാണ് വരുന്നത്? 3 വരുന്നത്. 3 ഇൻറ്റു 25ൻ്റെ 5 ഉണ്ടാവും. പിന്നെയും പ്ലസ് ഇവിടെ എത്രയാണ്? ഇവിടെ 20ന് 10 വെളിയിലെടുത്തു. ബാക്കി 20ന് 10 വെളിയിലെടുത്ത ബാക്കി എത്രയാ? 2 ഇൻറ്റു 3. ഇത് ഇത്രയും ബ്രാക്കറ്റിനകത്താണ്. ഇവിടെ ഇത്രയും വെളിയിൽ 50 ഇൻറ്റു 40. ഓക്കെ. ഒന്നും കൂടെ ഇതാണ് 10 ഇൻറ്റു 5 എത്രയാ? 15 50 ഇൻറ്റു 3 9. 9 പ്ലസ് 3 15 പ്ലസ് 3 3 23 6. ഇങ്ങനെ വരുന്നു കേട്ടോ. 50 ഇൻറ്റു 40. എന്നിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് എന്താണ് ഇട്ടതിൻ്റെ അർത്ഥം എന്താണ്? മുകളിൽ പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലസ്സുമായിട്ടുള്ളത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻറ്റു ആണെങ്കിൽ മാത്രമേ വെട്ടിക്കളയാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഒരു സെറ്റാണ്. അപ്പം ഇങ്ങനെ വന്നാൽ നമുക്ക് ഈ 50 ഈ 50 കൂടെ വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ. ഈ 50 ഈ 50 കൂടെ വെട്ടിക്കളഞ്ഞു. ബാക്കി മുകളിൽ എത്രയുണ്ട്? 15 6 9. 15 9 എത്രയാ? 24. 24 6 30 ഡിവൈഡഡ് ബൈ 40. എന്ത് ചെയ്യുക? ഈ 0 കൂടെ വെട്ടിക്കളഞ്ഞാൽ 3/4 ആൻസർ വരും. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ബാക്കി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആണെങ്കിൽ നമുക്ക് ഏതാണോ എളുപ്പം എളുപ്പം ഇതാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. 30 ഇൻറ്റു 15 ഗുണിക്കുക. 30 ഇൻറ്റു 25 ഗുണിക്കുക. 20 ഇൻറ്റു 15 ഗുണിക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുക. കൂട്ടിയിട്ട് താഴത്തെ 2000 കൊണ്ട് ഹരിക്കുക. പക്ഷെ അത് പോയിട്ട് കുറച്ചിങ്ങനെ ചെറുതാക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. മനസ്സിലായില്ലേ? ഒന്നും കൂടെ 2-3 പ്രാവശ്യം വീഡിയോ കാണുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ജോഡികളുടെയും കണക്ക് തീർന്നു. ഈ ഒരു ചാപ്റ്റർ ഈ ഒരു 2 ലിങ്ക് കൊണ്ട് തീർന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. ഓക്കെ. ബൈ.